5ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം ഇല്ല. പൊതുപരീക്ഷകളിൽ മാറ്റം. സ്കൂൾ തലത്തിലെ മാറ്റങ്ങൾ ഇങ്ങനെ. ദില്ലി: രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ അഴിച്ചുപണിയുമായി പുതിയ വിദ്യാഭ്യാസ നയത്തിന് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് കാര്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനൊപ്പം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒറ്റ അച്ചിൽ വാർക്കാതെ വിവിധ വിഷയങ്ങളുടെ വിദഗ്ധ പരിശീലന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ വിദ്യാഭ്യാസ നയമെന്ന് IT മന്ത്രി പ്രകാശ് ജാവദേക്കറും മാനവ വിഭവശേഷി മന്ത്രി രമേശ് പൊഖ്രിയാൽ നിശാങ്കും വ്യക്തമാക്കി. 90കളിൽ രാജീവ് ഗാന്ധി സർക്കാർ കൊണ്ടുവന്ന തീരുമാനങ്ങളിലൊന്നായിരുന്നു കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം രൂപീകരിക്കുക എന്നത്. NDA സർക്കാർ ഇത് പിൻവലിക്കുന്നു. ഇനി മുതൽ മാനവ വിഭവശേഷി മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം എന്നറിയപ്പെടും. NDAയുടെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ പ്രഖ്യാപിത വാഗ്ദാനമായിരുന്നു പുതിയ വിദ്യാഭ്യാസ നയം. കരട് വിദ്യാഭ്യാസ നയം 2019ലാണ് NDA സർക്കാർ പുറത്തിറക്കിയത്. പൊതുജനങ്ങളിൽ നിന്നും വിദഗ്ധരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടിയ ശേഷമേ അന്തിമ രൂപം പുറത്തിറക്കൂ എന്നും സർക്കാർ വ്യക്തമാക്കി. എന്നാൽ കരട് നയത്തിലെ സംസ്കൃതം നിർബന്ധിത പാഠ്യവിഷയമാക്കിക്കൊണ്ടുള്ള ത്രിഭാഷാ ഫോർമുല, 4 വർഷത്തെ B.Ed പദ്ധതി, 5ാം ക്ലാസ്സിനും 8ാം ക്ലാസ്സിനും പൊതുപരീക്ഷ എന്നീ നിർദ്ദേശങ്ങൾ വലിയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. ഇതെല്ലാം പരിഗണിച്ച് ചില മാറ്റങ്ങൾ കരട് നയത്തിൽ കേന്ദ്ര മന്ത്രാലയം വരുത്തിയിട്ടുണ്ട്. MP-മാരുടെയും പാർലമെന്ററി സമിതി അംഗങ്ങളുടെയും അഭിപ്രായം സ്വരൂപിച്ചാണ് നയത്തിന്റെ അന്തിമ രൂപം തയ്യാറാക്കിയത്. 2.5 ലക്ഷം ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടി 22 ഭാഷകളിൽ കരട് നയം മൊഴി മാറ്റി നൽകിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. സ്കൂൾ തല വിദ്യാഭ്യാസത്തിലെ മാറ്റങ്ങൾ. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ഇനി ഇംഗ്ലീഷ് മീഡിയം ഇല്ല എന്നതാണ് പുതിയ നയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം. 5ാം ക്ലാസ് വരെ ക്ലാസ് എടുക്കുന്നത് മാതൃഭാഷയിലാകണം എന്നത് നിർബന്ധമാണ്. 5ാം ക്ലാസ് വരെ ഭാഷയ്ക്കും കണക്കിനും പ്രാധാന്യം നൽകിയാകും പഠനം. പൊതുപരീക്ഷകളിലൂടെ വിദ്യാർത്ഥികൾക്ക് മേൽ വരുന്ന വലിയ സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള നടപടികൾ പുതിയ കരട് വിദ്യാഭ്യാസ നയത്തിലുണ്ടാകും. സാങ്കേതിക വിദ്യയുമായി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അറിവ് പകരുന്ന പാഠ്യപദ്ധതികൾ ഉറപ്പാക്കാൻ 6ാം ക്ലാസ് മുതൽ കോഡിംഗ് പോലുള്ള കോഴ്സുകൾ സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനവുമുണ്ട്. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ വിവിധ തൊഴിലധിഷ്ഠിതമായ പാഠ്യഭാഗങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തുകയും വിദ്യാർത്ഥികൾക്ക് തൊഴിലിടങ്ങളിൽ ഇന്റേൺഷിപ്പുകൾ നൽകാനും പുതിയ വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നു. പുതിയ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പഠിതാക്കളുടെ താൽപര്യങ്ങൾക്ക് കൂടി അനുസരിച്ചുള്ള പാഠ്യപദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 18 വയസ്സ് വരെ നിർബന്ധിത വിദ്യാഭ്യാസം ഉറപ്പാക്കും. 10+2 എന്ന ഇപ്പോഴത്തെ സമ്പ്രദായത്തിനു പകരം 4 ഘട്ടങ്ങളായാകും സ്കൂൾ വിദ്യാഭ്യാസം. അതായത് 3 മുതൽ 8 വയസ്സ് വരെ ഉള്ള 5 വർഷങ്ങൾ ആദ്യഘട്ടവും, 8 മുതൽ 11 വയസ്സ് വരെയുള്ള 3 വർഷങ്ങൾ 2ാം ഘട്ടവും, 11 മുതൽ 14 വയസ്സ് വരെയുള്ള 3 വർഷങ്ങൾ 3ാം ഘട്ടവും, 14 മുതൽ 18 വയസ്സ് വരെയുള്ള 4 വർഷങ്ങൾ 4ാം ഘട്ടവും. കിൻഡർ ഗാർട്ടൻ പഠനവും ഇനി മുതൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു എന്നർത്ഥം. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ ഇതുവരെ സ്കൂൾ കരിക്കുലത്തിന്റെ ഭാഗമാക്കിയിരുന്നില്ല. ഈ കാലഘട്ടം കുട്ടികളുടെ ബുദ്ധിവികാസത്തിലെ ഏറ്റവും നിർണായകമായ കാലങ്ങളിലൊന്നാണ്. ഈ കാലത്ത് കൂടുതൽ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകാൻ ഈ തീരുമാനത്തിലൂടെ കഴിയും. അതായത് ഇനി മുതൽ അങ്കണവാടിയും പ്രീസ്കൂളും അടക്കം 12 വർഷമാകും കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടം. ഈ കാലഘട്ടത്തിലെ പഠനത്തിന് വേണ്ട പാഠ്യപദ്ധതി തയ്യാറാക്കാൻ NCERTയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നാഷണൽ കരിക്കുലർ ആൻഡ് പീഡിയാഗോളജിക്കൽ ഫ്രെയിംവർക്ക് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ NCPFECCE എന്നാകും പുതിയ പാഠ്യപദ്ധതിയുടെ പേര്. ഇത് നടപ്പിലാക്കുന്നതിന്റെ ചുമതല വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും വനിതാ ശിശുക്ഷേമ ആരോഗ്യ മന്ത്രാലയത്തിനും ഗോത്രകാര്യ മന്ത്രാലയത്തിനുമാകും. പൊതുപരീക്ഷകൾ ഒബ്ജക്റ്റീവ് മാതൃകയിലും. പൊതുപരീക്ഷകൾ വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കുന്ന സമ്മർദ്ദം ലഘൂകരിക്കാൻ ഇവയെ രണ്ടായി തിരിക്കും: ഒബ്ജക്റ്റീവ് പരീക്ഷയും ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയും. കാണാപാഠം പഠിക്കുന്ന രീതി ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാകും 2 പരീക്ഷയും. പഠിച്ച പാഠഭാഗങ്ങൾ എങ്ങനെ പൊതുജീവിതത്തിൽ നടപ്പാക്കാം എന്ന തരത്തിൽ പ്രായോഗിക അറിവും ഈ പരീക്ഷകളിൽ ഒരു ഘടകമാകും.
ഗ്രേഡ് 3, 5, 8 എന്നീ ക്ലാസ്സുകളിലുള്ള എല്ലാ കുട്ടികൾക്കും പൊതുപരീക്ഷയുണ്ടാകും. 10ഉം 12ഉം ക്ലാസ്സിലെ പൊതുപരീക്ഷകൾ തുടരും. പക്ഷേ നിലവിലുള്ള രീതി പൊളിച്ചു പണിഞ്ഞുകൊണ്ടാകും. നിലവിലുള്ള മൂല്യനിർണ്ണയ രീതിയിൽ പൂർണ്ണമായും മാറ്റമുണ്ടാകും. ഇതിന്റെ നയങ്ങൾ രൂപീകരിക്കാനായി പരാഖ് എന്ന പുതിയ സമിതി രൂപീകരിക്കും. പെർഫോമൻസ് അസസ്മെന്റ്, റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് അഥവാ പരാഖ് എന്ന ഈ സമിതി പരീക്ഷകൾക്കെല്ലാം ഒരു പരിഷ്കരിച്ച പൊതുരീതി നിശ്ചയിക്കും. ഇത് എല്ലാ സംസ്ഥാന ബോർഡുകളും പിന്തുടരണം. ഇതോടൊപ്പം സാക്ഷരതാ കണക്കും ഈ ഏജൻസി തന്നെയാകും വിലയിരുത്തുക. പ്രോഗ്രസ് കാർഡിൽ അടിമുടി മാറ്റം. കുട്ടിയുടെ റിപ്പോർട്ട് കാർഡ് അഥവാ പ്രോഗ്രസ് കാർഡിൽ ഇനി മാർക്കുകൾ മാത്രമാകില്ല ഉണ്ടാവുക. കുട്ടി തന്റെ പ്രകടനം സ്വയം വിലയിരുത്തുന്ന ഒരു ഭാഗമുണ്ടാകും. രണ്ടാമത്തേത് സഹപാഠികൾ കുട്ടിയെ വിലയിരുത്തും. മൂന്നാമത്തേത് ടീച്ചർമാരും കുട്ടിയെ വിലയിരുത്തും. അങ്ങനെ 12ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും ഒരു റിപ്പോർട്ട് കാർഡ് എന്നത് ഒരു കുട്ടിയുടെ വളർച്ചയുടെ കാലഘട്ടം പൂർണ്ണമായും അടയാളപ്പെടുത്തുന്ന ഒരു രേഖയായി മാറും.